ചെയ്തിടുന്നേ. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിയിടുന്ന പ്രിയന്റെ ശബ്ദമത്. പാപിയെനിക്കായി നൊന്തലറിയിടുന്ന പ്രിയന്റെ ശബ്ദമത്. അപ്പായി പാനപാത്രം നീക്കുക സാധ്യമെങ്കിൽ, അപ്പായി പാനപാത്രം നീക്കുക സാധ്യമെങ്കിൽ, എന്നിഷ്ടമല്ല നിന്നിഷ്ടമാകട്ടെ എന്നവൻ തീർത്തുരച്ചു. എന്നിഷ്ടമല്ല നിന്നിഷ്ടമാകട്ടെ എന്നവൻ തീർത്തുരച്ചു. അപ്പാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിയിടുന്ന പ്രിയന്റെ ശബ്ദമത്. പാപിയെനിക്കായി നൊന്തലറിയിടുന്ന പ്രിയന്റെ ശബ്ദമത്. പാപി എനിക്കായി നൊന്തലറുന്ന പ്രിയന്റെ ശബ്ദം. ഗെത്സമന തോട്ടത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് നീങ്ങട്ടെ. ഇന്നലെയും ജോഷ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി പോകണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. അതിൽ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും വായിക്കാം. അതിനു മുമ്പ് നമ്മുടെ പ്രിയ സാംസൺ അച്ചാൻ്റെ സഹോദരൻ സൈച്ചാനും റുഹാമാൻ്റെയും വെൽക്കം യു നമ്മുടെ മധ്യത്തിൽ ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ സഹോദരി അക്സയും ജെബിനും അവർ ശനിയാഴ്ച രാത്രി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അക്സയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്കൊരു ബലം കൊടുത്തു. സൗഖ്യത്തോടെ ഇവിടെ കടന്നു വന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. എടുത്ത ആരെങ്കിലും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം. നാം ഇന്നലെ കേട്ട ആ വചനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് തന്നെയാണ് നാം ഇന്നും കടന്നു പോകുന്നത്. ഇതിൽ ഞാൻ പ്രധാനമായും കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഭാഗം 39-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവണ്ണ് വീണു. ഗെത്സമനയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചക്ക്, ഒരു എണ്ണ ചക്ക് എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മുടെ വചന ചിന്തയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ എണ്ണ പുറപ്പെടുവിക്കുന്ന എണ്ണച്ചക്ക്, ദ പ്ലേസ് ഓഫ് ക്രഷിംഗ് ദാറ്റ് പ്രൊഡ്യൂസസ് ഗാഡ്സ് ഫൈനസ്റ്റ് ഓയിൽ. ഗെത്സമന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. സൃഷ്ടാവായ ദൈവം, ആദിയും അന്തവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, സർവ്വത്തിന്മേലും അധികാരമുള്ളവൻ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന ആ നാമത്തിൽ, നാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങളും ഭൂതങ്ങളും
നാമങ്ങളും നമുക്ക് കീഴടങ്ങുന്നു. ആ നാമം നടന്നു പോയി ആ ഗദസമന തോട്ടത്തിലേക്ക് കയറി ഒരല്പം മുൻപോട്ട് പോയി അവൻ കവിണ്ണു വീണു. രക്ഷകൻ കവിണ്ണു വീണു. സൃഷ്ടാവ് കവിണ്ണു വീണു. നമ്മെ നിർമ്മിച്ചവൻ, ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ, വചനം ആയവൻ കവിണ്ണു വീണ് അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഗദസമനയുടെ എണ്ണച്ചക്കിൽ സൃഷ്ടിതാവ് നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗദസമന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓയിൽ പ്രസ് അല്ലെങ്കിൽ എണ്ണച്ചക്ക് എന്നുള്ളതാണ്. ഒലിവ് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് ഒലിവ് എന്ന് പറയുന്നത്. വളരെ കാണുവാൻ നല്ല ഭംഗിയാണ്. അത് മരത്തിൽ നിൽക്കുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനൊരു പ്രത്യേക രൂപഭംഗിയുണ്ട്, കോമളത്വമുണ്ട്. കണ്ടാൽ ആഗ്രഹിച്ച് പോകത്തക്ക സൗന്ദര്യം ഉള്ള ഒരു വൃക്ഷം. എല്ലായിടത്തും ഉള്ളതല്ല, ചില പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന വളരെ വിലപിടിപ്പുള്ള ഒരു ഫലമാണ് ഒലിവ് എന്ന് പറയുന്നത്. ഈ ഒലിവിന് ഞാൻ പറഞ്ഞില്ല, ഈ ഒലിവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഒലിവിൻ്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് അതിൽ സൃഷ്ടിച്ച സമയത്ത്, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരാണ് ഒലിവ് എണ്ണ എന്ന് പറയുന്നത്. ആ ഒലിവ് എണ്ണ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അത് ഒലിവിനറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒലിവിൻ്റെ അകത്ത് ഒരു എണ്ണയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കർത്താവ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒലിവെണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഒലിവിനെ ഒന്ന് തകർത്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള എണ്ണ പുറത്തേക്ക് വരുവാൻ ഇടയാകുകയുള്ളൂ. ഒലിവ് അങ്ങനെ തന്നെ ഇരുന്നാൽ ഒലിവിന് നല്ല വിലയുണ്ട്, നല്ല ഭംഗിയുള്ളതും ഞാൻ പറഞ്ഞ പോലെ നല്ല രുചിയുള്ളതും വളരെ വളരെ ക്വാളിറ്റീസ് ഉള്ളതുമാണ്. പക്ഷേ അതിലും 10 മടങ്ങ് വിലയുള്ള ഒരു കാര്യത്തെ കർത്താവ് അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഞെരിച്ചുടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഞെരിച്ച് ഉടച്ച് ഈ എണ്ണച്ചക്കിൽ കൂടെ ഇത് കടന്നു പോകുമ്പോൾ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് രൂപഗുണമുണ്ട്, കോമളത്വമുണ്ട്, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമുണ്ട്. പക്ഷേ ഈ എണ്ണച്ചക്കിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപഗുണം മാറും, കോമളത്വം മാറും, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം മാറി നേരെ യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ല എന്ന് പറയുന്ന പോലെ ഒരു പിടി ചണ്ടിയായി അത് മാറുകയാണുള്ളത്. പക്ഷേ ആ ചണ്ടിയായി മാറി അതിൻ്റെ ആ ഭാഗം ആർക്കും വേണ്ടാത്തൊരു ഭാഗം മാറി നിൽക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന എണ്ണയുണ്ട്. ആ എണ്ണയ്ക്ക് ഒരു വലിയ വിലയുണ്ട്. 10 മടങ്ങ് വിലയുള്ള ഒരു കാര്യമായി ഇത് മാറുന്നു. പക്ഷേ ഈ 10 മടങ്ങ് വിലയുള്ള കാര്യത്തെ പുറത്തേക്ക് വിടേണ്ടതിന് വേണ്ടി ഈ എണ്ണച്ചക്കിൽ കൂടെ കടന്നു പോകുന്ന ഒലിവിൻ്റെ അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കി. അതിൻ്റെ ഔട്ടർ ഷെല്ലൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി അതിനെ അങ്ങ് ഞെരിച്ച് ഉടയ്ക്കുമ്പോൾ അതിൻ്റെ ഓരോ നാരുകളും ഓരോ ഫൈബറുകളും വലിച്ച് കീറി ഞെരിഞ്ഞ് അമരുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ ഒലിവ് കായ കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരിപാടി മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എണ്ണ മതി, ഈ ചണ്ടി ആർക്കും വേണ്ട. ഇത് വെറുതെ എറിഞ്ഞ് അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മാറി, അതിൻ്റെ പേര് തന്നെ മാറി, അതിൻ്റെ എല്ലാ അവസ്ഥകളും മാറി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ആ വലിയ വാല്യൂ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെ നമ്മിൽ പലരും, ഇവിടെ ഇരിക്കുന്നവരിൽ പലർക്കും ഒരു സീസണിൽ കൂടെ കടന്നു പോയവരായിരിക്കാം, കടന്നു പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആ സീസണിലേക്ക് കാലെടുത്ത് വെക്കുന്നവരായിരിക്കാം ഇവിടെ കടന്നു വന്നിട്ടുള്ളവരും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ഗദസമന വെച്ചിട്ടുണ്ട്. അത് രക്ഷകൻ ഉണ്ടായിരുന്നുവെങ്കിൽ സൃഷ്ടിക്ക് അത് ദൈവം ഒരിക്കലും മാറ്റിവെക്കുകയില്ല എന്ന് നാം മറന്നു പോകരുത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ എണ്ണച്ചക്കിൽ കൂടെ കടന്നു പോകുന്നത് നമ്മെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പിൽ തന്നെ സാധിപ്പിച്ചു വെച്ചിരിക്കുന്ന, കർത്താവ് മറച്ചു വെച്ചിരിക്കുന്ന ഒരു എണ്ണയുണ്ട്. ഈ എണ്ണയെ പുറത്തു കൊണ്ടുവരേണ്ടതിന് എണ്ണച്ചക്ക് നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിപ്പുണ്ട്. ആ ചക്കിൽ കൂടെ കടത്തി വിടുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് മറന്നു പോകരുത്. കാൽവറിക്ക് മുമ്പ് ഒരു ഗദസമന, ആ ഗദസമനയിൽ കൂടെ കർത്താവ് കടന്നുപോയി. ലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ച രക്ഷ ആ കാൽവറിയിൽ കൂടെ ഭൂമിയിലേക്ക് ഒഴുകി ഇറങ്ങേണ്ടതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഗദസമനയും ഉണ്ടായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. അതിൻ്റെ ഒന്ന് മുന്നോട്ടൊന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. ഒന്നാമത്തെ ഭാഗം ഗദസമന എന്ന് ഞാൻ പറഞ്ഞു, തകർച്ചയുടെ സ്ഥലം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം.
വലിയ ചോരത്തുള്ളി പോലെ അവൻ്റെ വിയർപ്പ് നിലത്ത് വീണു. മത്തായിയുടെ സുവിശേഷം 26:39 നാം നേരത്തെ വായിച്ചൊരു ഭാഗമുണ്ട്. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്നു കവിണ്ണു വീണു. അതിനുശേഷമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മത്തായി വളരെ വ്യക്തമായാണ് എഴുതിയിരിക്കുന്നത്. കവിണ്ണു വീണ് കിടക്കുന്ന യേശുവിൻ്റെ ആ കടന്നു പോകുന്ന ആഗണി, ഹൃദയത്തിലെ ഭാരം, ലോകത്തിൻ്റെ പാപം മുഴുവൻ അവൻ്റെ ചുമലിൽ ഇരിക്കുന്നു. ലോകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇന്നും നമ്മിൽ നിന്ന് പ്രവഹിക്കുന്നതുമായ ശാപത്തിൻ്റെ വാക്കുകളും പാപത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ കൂട്ടുകെട്ടിൽ കൂടെ ദൈവസഭയ്ക്കും ദൈവജനങ്ങൾക്കും വിരോധമായി നമ്മുടെ സംസാരങ്ങളും ചർച്ചാ വിഷയങ്ങൾക്കും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ക്രിസ്തുയേശു രക്ഷകൻ ആ ഗദസമന തോട്ടത്തിലേക്ക് നടന്ന് കയറുന്നു. ലോകത്തിന് മുഴുവൻ പാപത്തിൻ്റെ ഭാരവും ഒരു മനുഷ്യൻ്റെ തോളിലിരിക്കുന്നു. ആ പാപത്തിൻ്റെ ഭാരം താങ്ങുവാൻ അവന് കഴിയാതെ വണ്ണം അവൻ നടന്നുപോയി കവണ്ണു വീഴുന്ന ഒരു അവസ്ഥ. രക്ഷകന് പാപത്തിൻ്റെ ഭാരം താങ്ങുവാൻ കഴിയാതെ വണ്ണം അവൻ തകർന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിലേക്ക് എന്നെങ്കിലും നമ്മുടെ ശ്രദ്ധകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നാം അങ്ങനെയുള്ള ചർച്ചകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള പാപപ്രവർത്തികളിലേക്കോ നാം തിരിഞ്ഞു പോകുകയില്ല. എന്തുകൊണ്ടാണ് നാം വീണ്ടും പാപപ്രവർത്തികളിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്നറിയാമോ? രക്ഷകൻ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുമ്പോഴും ആ പ്രവൃത്തിയുടെ ആഴം എൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. രക്ഷകൻ ഏത് അവസ്ഥയിൽ കൂടെ ആ ചക്കിൽ കൂടെ കടന്നുപോയി എന്നുള്ള വേദന ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാത്രത്തോളം വീണ്ടും പാപത്തെ കാണുമ്പോൾ ഒരു ചെറിയ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞൊരു പാണ്ടിലോറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പാണ്ടിലോറി, ഞങ്ങളുടെ വീട് ഹൈവേയുടെ സൈഡിലാണ്. ഈ ചില ലോറി ദൂരെ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കാര്യം എന്ന് വെച്ചാൽ ഈ വല്ലാത്ത ലോഡ് കയറ്റി ഒരു സൈഡിൽ കൂടെയാണ് ഇത് ഈ പോകുന്നവർ. ഇതിനൊരു ചരിവുണ്ട്. ഈ ഡ്രൈവർ ഇങ്ങനെ പിടിച്ച്, ഞങ്ങൾക്കും കുറേ ലോറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ പിടിച്ച് ഒരു സൈഡിലോട്ട് പിടിച്ചായിരിക്കും, ഒരു അലൈൻമെൻറ്റ് ഇല്ലാതെ പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മിൽ ചിലർക്കും പാപം കാണുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ നല്ല ഒന്നാം തരം വിശ്വാസിയും അടിപൊളി ആരാധനയും ഭയങ്കര പരിപാടികളുണ്ട്. പക്ഷേ ഇതിന് പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഈ പാണ്ടിലോറി പോകുന്ന പോലെ ഒരു വളവുണ്ട്. ഡ്രൈവർ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. പിടിവിട്ട് പോയാൽ പോയി വഴിയിലെ കണ്ടത്തിൽ പോയി വീഴും. ഇതുപോലെ ആകരുത് നാം. കാരണം രക്ഷകൻ കടന്നുപോയത് മുന്തിരി ചക്കിൽ കൂടെയാണ്. രക്ഷകൻ കടന്നുപോയത് പ്രാണവേദനയിലാണ്. രക്ഷകൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് ലോകത്തിൻ്റെ പാപപ്രവൃത്തികളുടെ ഭാരമായിരുന്നു. അവൻ കടന്നുപോയ വേദന അവന് താങ്ങുവാനും കഴിയുകയില്ലായിരുന്നു. അവൻ്റെ ശരീരവും ആത്മാവും മനസ്സും ഹൃദയവും എല്ലാം തകർന്നു. എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ്റെ ഹൃദയം തകർന്നു. വീണ്ടും കർത്താവിന് ലോകാപവാദം വരുത്തുവാൻ ഇരിക്കുന്നവരാണോ നാം എന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. ഒരു ഇൻറ്റൻസ് പ്രഷർ. ആ ചക്കിൻ്റെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ. ആ വേദനയുടെ ആ ചക്കിലേക്കൊന്ന് കടന്നു പോകുന്നത്, ആ വേദനയോടെ ഞെരിച്ച് അമർത്തുമ്പോൾ ആ വേദന താങ്ങുവാൻ കഴിയാതെ അവൻ്റെ ഹൃദയം പൊട്ടി രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് പുറത്തു വന്ന അവസ്ഥയിൽ കർത്താവ് നിൽക്കുന്ന രൂപത്തെ ഒന്ന് കണ്ണിൻ്റെ മുമ്പിൽ കാണാമോ? പാപപ്രവൃത്തികൾ ചെയ്യുവാൻ നാവിനെ എടുക്കുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഗദസമനയിൽ എൻ്റെ പിതാവ്, എൻ്റെ രക്ഷകൻ നിന്നത് ഒന്ന് ഓർത്തിട്ട് മാത്രമേ ഇനിയും എൻ്റെ നാവിനെ വ്യാജത്തിന് വേണ്ടി എടുക്കുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് നമുക്കൊന്ന് എത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇതുപോലത്തെ വേദനകൾ അനുവദിക്കും. എന്തിനെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുവാൻ. ഉള്ളിൽ സ്ഥാപിച്ച എണ്ണ വറ്റിപ്പോയിട്ടില്ലെങ്കിൽ പുറത്തു വരുന്നത് വിലയേറിയ എണ്ണയായിരിക്കും. ഉള്ളിലുള്ളത് വറ്റിപ്പോയാൽ പുറത്തു വരുന്നത് എണ്ണയായിരിക്കില്ല, ഒന്നും പുറത്തു വരിക്കില്ല, വെറും ചണ്ടി മാത്രമേ ഭാഗം മാറി നിൽക്കുവാനുണ്ടാകുകയുള്ളൂ. പക്ഷേ യഥാർത്ഥ എണ്ണ ഉള്ളിലുള്ളവന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും ആഴത്തിലേക്കാകും. നമ്മുടെ വിശ്വാസവും ഒന്നുകൂടെ വർദ്ധിക്കും. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൂടെ വർദ്ധിക്കും. നമ്മുടെ ക്യാരക്ടർ ഒന്ന് വ്യത്യാസപ്പെടും. നമ്മിൽ നിന്ന് ആ എണ്ണ ഒന്ന് പുറത്തേക്ക് ഒഴുകും. ഏതവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ഗദസമന എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിൻ്റെ സ്ഥലമാണ്. ഒരു സ്ഥലത്തിലും അപ്പുറമായി ഒരു സമർപ്പണത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു അനുഭവമാണ് ഗദസമന എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം ഇന്നത്തെ മെസ്സേജിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വാക്യം. എങ്കിലും
എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം ആകട്ടെ എന്നുള്ളത്. ഇതാണ് ഗദസമനയുടെ ഹൃദയം എന്ന് പറയുന്നത്. ഒലിവ് ഫലത്തിന് ഒരിക്കലും ആ ചക്കിനെ നിഷേധിക്കുവാൻ കഴിയില്ല. രക്ഷകൻ ഒരിക്കലും ഗദസമനയിൽ നിന്ന് ഒളിച്ചോടുവാനല്ല ശ്രമിച്ചത്. അവനും മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ. പിതാവിൻ്റെ വാക്കുകളെ ഒരു നിമിഷം പോലും മാറ്റി നിർത്തുവാൻ മനുഷ്യത്വത്തിൽ കർത്താവ് പറയുന്നു, കർത്താവ് എനിക്കിത് താങ്ങുവാൻ കഴിയുകയില്ല. പക്ഷേ അവന് ആ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണ മനുഷ്യനായി വിരാജിക്കുന്ന, പൂർണ്ണ മനുഷ്യനായി തന്നെ വിളങ്ങുന്നവനായ രക്ഷകൻ പറയുകയാണ്, എങ്കിലും എനിക്കിത് താങ്ങുവാൻ കഴിയുകയില്ലെങ്കിലും അങ്ങയുടെ ഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ എന്നുള്ളത്. അവൻ്റെ കംഫർട്ടിനെ അവൻ മാറ്റിവെച്ചു, സൗകര്യത്തെ മാറ്റിവെച്ചു. രാത്രിയുടെ യാമത്തിലാണ് ഇത് നടക്കുന്നതെന്ന് മറക്കരുത്. അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഉറക്കം വന്നവരായി മാറി നിൽക്കുന്നുണ്ട്. ഉറക്കത്തിന് വേണ്ടി രാത്രിയിൽ എല്ലാവരും ആഗ്രഹിക്കും. ആ ഉറക്കത്തെ കർത്താവ് മാറ്റിവെച്ചു. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് മാറ്റിവെക്കുന്നു. ഇമോഷൻസിനെ കർത്താവ് മാറ്റിവെക്കുന്നു. ആ ഒരു മനുഷ്യനും പ്രാണവേദനയിൽ ആകുക എന്നുള്ളത് ആരുടെയും ഒരു പ്രിഫറൻസ് അല്ല. പക്ഷേ അവൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് മാറ്റിവെച്ച് ഗദസമനയിൽ അവൻ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലത്തെ പ്രാർത്ഥനയാക്കുവാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ പദ്ധതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നതിനും അപ്പുറമായി എൻ്റെ ഹിതമല്ല, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് പറയുവാൻ ഇന്നൊന്ന് സാധിക്കുമോ? വെസ്റ്റഡ് ഇൻട്രസ്റ്റുമായി ഇവിടെ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ നാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാം നേരെ തിരിഞ്ഞു നിൽക്കുന്നവരാണ് യൂദാസിനേക്കാളും അരിഷ്ടരാണ് എന്ന് നാം മറന്നു പോകരുത്. ആ ഗദസമനയിൽ പ്രാണവേദനയിൽ കമന്ന് വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രക്ഷകൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് യൂദാസും. 30 വെള്ളിക്കാശിന് രക്ഷകനെ വിറ്റവൻ അപ്പുറത്തിരിപ്പുണ്ട്. അവൻ്റെ പോക്കറ്റിൽ കിടന്ന് ആ നാണയങ്ങൾ കിണുങ്ങുന്നുണ്ടായിരിക്കും. അപ്പോഴും ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് രക്ഷകൻ ഹൃദയം പൊട്ടി കരയുകയാണ്. നാണയങ്ങളുമായി ഇവിടെ കടന്നു വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിനെ വിറ്റ കാശ് ഇവിടെ ആരുടെയെങ്കിലും പക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത് വലിച്ചെറിഞ്ഞ് ഇനിമേലാൽ കർത്താവെ ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ. അത് വലിയ കൊടിയ പാപം ചെയ്തിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ കർത്താവിന് ഹിതമല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ, കർത്താവിന് ഹിതമല്ലാത്തത് എന്തെങ്കിലും എൻ്റെ ഫോണിലുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, എൻ്റെ വാഹനത്തിലുണ്ടെങ്കിൽ, ഈ നിമിഷം ആ 30 വെള്ളിക്കാശം ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞോളാം എന്ന തീരുമാനത്തിലേക്ക് എത്തുവാൻ ഉള്ള പുരുഷത്വം ഇന്ന് കാണിക്കുവാൻ നമുക്കുണ്ടോ? കർത്താവ് പറയുകയാണ്, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. നമുക്കെല്ലാവർക്കും ആ എണ്ണ ഇഷ്ടമാണ്. പക്ഷേ ആ ചക്ക് ഇഷ്ടമാണോ? നമുക്ക് അഭിഷേകം ഇഷ്ടമാണ്. പക്ഷേ വാട്ട് അബൌട്ട് ദ സറണ്ടർ? താഴ്ത്തി ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടോ? എന്നും ഞാനെന്ന ഭാവത്തിലല്ലേ ഞാൻ നിൽക്കുന്നത്? എനിക്കെന്തും കഴിയുമെന്ന് ഞാനൊന്ന് കൂട്ടുകൂടിയാൽ ഒരു രാജ്യത്തെ തന്നെ വേണമെങ്കിൽ കീഴ്മേൽ മറിക്കാമെന്ന ചിന്തയിലല്ലേ നാം നിൽക്കുന്നത്? ഒരു ശ്വാസം അങ്ങോട്ട് വന്ന ശ്വാസം തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ ചണ്ടിക്കും അപ്പുറത്തായി മാറുമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? ഒരു കാര്യം ദൈവമക്കളെ ഞാൻ പറയട്ടെ, സറണ്ടർ ഈസ് ദ ഡോർവേ ടു ദ പ്ലാൻസ് ഓഫ് ഗോഡ്. ആ താഴ്ത്തി ഏൽപ്പിക്കുന്ന ആ അവസ്ഥയാണ് ഒരു വാതിൽപ്പടി. അതിലേക്ക് ചവിട്ടി ഒന്ന് കയറിയാൽ ദൈവിക പദ്ധതികളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ദൈവിക പദ്ധതികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്നായി ശുശ്രൂഷിക്കണം, നന്നായി പ്രവചിക്കണം, നന്നായി കാര്യങ്ങൾ ചെയ്യണമെന്നല്ല നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജഡത്തിനു വേണ്ടി, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും കൂട്ടുകെട്ടിനെയും വിട്ടുകൊടുത്തിട്ടാണോ ഇരിക്കുന്നത്? ഒരു കാരണവശാലും ദൈവിക പ്രവർത്തികളിലേക്ക് നടന്നു കയറുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അത് വെറും ഒരു ഡോർവേക്ക് അപ്പുറത്താണെന്ന് മറക്കരുത്. ആ ഡോർവേയിൽ കൂടെ ഒന്ന് നടന്നു കയറുവാൻ ഇന്ന് നമുക്കൊന്ന് തീരുമാനത്തിലേക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മെ പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധമായി നാം മാറണം. അവൻ്റെ കൈക്കൊന്ന് ഇണങ്ങിയിരിക്കണം. ഇണങ്ങിയ ഒലിവ് കുരുവിനെ മാത്രമേ കർത്താവിന് ആ ചക്കിലേക്ക് ഇടുവാൻ കഴിയുകയുള്ളൂ. നാം മറന്നു പോകരുത്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഗദസമനയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്. ഏറ്റവും ഫൈനസ്റ്റ് ഓയിലിനെ ഉണ്ടാക്കുന്ന സ്ഥലം, ഏറ്റവും ഫൈനസ്റ്റ് ഓയിൽ. ഈ ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ ഒലിവിന് വിലയില്ലാത്തത് കൊണ്ടല്ല ഒലിവിനെ തകർത്തത്. ഒലിവിനൊരു വിലയുണ്ടായിരുന്നു. മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന സാധനമാണ് ഒലിവ്. എന്നാൽ ആ ഒലിവിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന സാധനത്തിന് ഒലിവിനേക്കാളും ശക്തമായ വിലയുണ്ട്. നമ്മുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപത്തിന് നമ്മേക്കാൾ വിലയുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തിലും.
നമ്മുടെ ആത്മാവിൻ്റെ വില കർത്താവ് ഇട്ടിരിക്കുന്നത് സർവ്വത്തിലും വലുതാണ്. ആ നമ്മെ തകർക്കുവാനാണോ കർത്താവ് ഒരു കാര്യം ചെയ്തത്? അല്ല, നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ ഉള്ളിലെ എണ്ണ പുറത്തു കൊണ്ടുവന്ന് നമ്മെ കർത്താവിന് വേണ്ടി നിഷ്കളങ്കരും അനന്യരും പരമാർത്ഥികളുമായി നിർത്തേണ്ടതിനാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ലോക പ്രവർത്തികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ട് പിന്നെ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് നാം വിരോധാഭാസമല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണിക്കുന്നത്. കർത്താവ് ആ ഗതസമനയിലേക്ക് നടന്നു കയറുന്നത് ഒരു സ്പോട്ട്ലെസ്, ബ്ലെയിംലെസ് ലാംബ് ഓഫ് ഗാഡ്, ഊനമില്ലാത്ത ഒരു യാഗമായിട്ടാണ്. പക്ഷേ ഗതസമനയുടെ അനുഭവം കഴിഞ്ഞ് അവൻ പുറത്തു വരുന്നത് ലോകരക്ഷകനായി നാളെ കുരിശിൽ കയറുവാൻ തയ്യാറുള്ളവനായിട്ടാണ്. ഗതസമനയിലേക്ക് നടന്നു കയറുമ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങി, അവന് താങ്ങുവാൻ കഴിയാത്ത ഭാരം വന്ന് അവൻ ഗദ്ഗതപ്പെട്ട് വീണ് തട്ടിത്തടഞ്ഞ് വീണ് കരഞ്ഞു വിളിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും തിരിച്ച് ഇറങ്ങി വരുന്നത്, ഇനി ഞാൻ കുരിശിൽ കയറുവാൻ ഞാൻ തയ്യാറാണ്. ലോകത്തിൻ്റെ പാപം തന്നെ എൻ്റെ ചുമലിൽ നിൽക്കുമ്പോഴും എല്ലാ ഭാരങ്ങളും എന്നിലുള്ളപ്പോഴും ഈ ഉത്തരവാദിത്വത്തെ ഞാൻ നിർവഹിക്കുവാൻ തയ്യാറാണ്. അതാണ് ആ പ്രാർത്ഥന. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ എന്ന് നാം പാടുന്നത് പോലെയല്ല. ഗതസമനയിൽ നിന്ന് ശക്തനായി ഒരു നേതാവായി ഒരു രക്ഷകനായി യഥാർത്ഥ രക്ഷകൻ ഗതസമനയിൽ നിന്ന് പുറത്തു വന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഗതസമനകൾ അനുവദിക്കുന്നത് നമ്മെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. ഗതസമനയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ തകർന്നും വീണും നുറുങ്ങിയവരുമായി നാം നടന്നു കയറുന്നത്, പക്ഷേ പുറത്ത് നമ്മുടെ എണ്ണയുമായി നാം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ കുരിശിൽ കയറുവാനും ഞാൻ ക്രൂശിൻ്റെ അവസ്ഥയിൽ കൂടെ പോയാലും നാം ആദ്യം പാടിയ പാട്ട് പോലെ എന്തെല്ലാം വന്നാലും ഏതെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ ഞാൻ യാത്ര ചെയ്യും എന്ന ധൈര്യത്തോടെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ഗതസമന ആവശ്യമാണ്. ആ ക്രഷിങ്ങിൽ, ആ ഗതസമനയിൽ വേറെന്തൊക്കെയാണ് ലോകത്തിന് കിട്ടിയത്? ആ രക്ഷകനിൽ കൂടെ ലഭിച്ചു സാൽവേഷൻ, രക്ഷ എന്നത് ലോകത്തിന് ലഭിച്ചു. മറുവില ലോകത്തിന് ലഭിച്ചു. നമുക്ക് ലഭിച്ചത് കർത്താവിൽ നിന്നുള്ള ക്ഷമയും കരുണയും ലഭിച്ചു. നിത്യജീവൻ, പ്രത്യാശ എന്നുള്ളത് നമുക്ക് തരേണ്ടതിനുള്ള ഒരു ഗ്രീൻ റൂമായിരുന്നു ഗതസമന എന്ന് പറയുന്നത്. നാം കണ്ടത് ഒരു വലിയ സ്റ്റേജിൽ നിന്ന ഒരു കാൽവറി മാത്രമാണ്. കാൽവറി മാത്രമേ നാം കണ്ടുള്ളൂ. അതിനു മുമ്പുള്ള ഒരുക്കം നാം പലപ്പോഴും കണ്ടിട്ടില്ല. നമ്മയും ഗതസമനയിൽ കൂടെ കൊണ്ടുപോയി കർത്താവ് ചക്കിലാട്ടി ഒരുക്കിയെടുക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് ഇത് വേദനയുള്ളതാണ്, എനിക്കിത് താങ്ങുവാൻ കഴിയുകയില്ല, ഞാൻ കവിണ്ണ് വീണ് ഇവിടെ കിടക്കുകയാണ്, എനിക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനപ്പുറത്തൊരു കാൽവറിയുണ്ട്, കാൽവറിയിലാണ് ജയം, ഞാൻ അതിനുവേണ്ടി തയ്യാറാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാമോ? ലോകത്തിന് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കർത്താവ്, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുവിനെ കർത്താവ് ചക്കിൽ കൂടെ കടത്തിവിട്ടത് നമ്മിൽ ഇതെല്ലാം തരേണ്ടതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്നും ഒരു എണ്ണ പുറത്തു വരേണ്ടതിന്. പ്രാർത്ഥനയുടെ എണ്ണ, കരുണയുടെ എണ്ണ, സ്നേഹത്തിൻ്റെ എണ്ണ, താഴ്മയുടെ എണ്ണ, നമ്മുടെ വിശുദ്ധിയുടെ എണ്ണ, ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ എണ്ണ, ഒരു അഭിഷേകത്തിൻ്റെ എണ്ണ. ഈ എണ്ണ പുറത്ത് യഥാർത്ഥമായി വരണമെന്നുണ്ടെങ്കിൽ ആ മരത്തിൽ നിന്നുകൊണ്ട് കോമളത്വവും രൂപഗുണവുമായി നിന്നാൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് നാം മറന്നു പോകരുത്. നാം ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എണ്ണച്ചക്ക് നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് നാം മറക്കരുത്. നമുക്കൊരു എണ്ണച്ചക്കിൻ്റെ അവസ്ഥയുണ്ട്. നല്ല എണ്ണ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ശക്തമായൊരു എണ്ണച്ചക്ക് ആവശ്യമാണ്. നമ്മുടെ എണ്ണച്ചക്കാണ് ഗതസമന എന്ന് പറഞ്ഞത്. 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ഗതസമനയിൽ പലരും നമ്മെ വിട്ടുപോകും. യേശുവിൻ്റെ അവസ്ഥ എന്നാ നോക്കിയേ. അല്ലെങ്കിൽ ഒലിവിൻ്റെ അവസ്ഥ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒലിവിനെ 2 കൈകളിലായിരിക്കില്ലേ കൊണ്ടുവരുന്നത് എണ്ണച്ചക്കിലേക്ക്. എടുത്തിടുവാനെങ്കിൽ 2 കൈകൾ വെച്ച് എടുത്തിടും. പക്ഷേ എടുത്തിടുമ്പോൾ ഇടുന്നവൻ പെട്ടെന്ന് കൈ വലിക്കും. കാരണം ഈ ചക്കിനകത്തേക്ക് അവൻ്റെ കൈ പോകുവാൻ അവനും ആഗ്രഹിക്കുന്നില്ല. ഇതേപോലെ തന്നെ ചില ബാലന്മാരെ തീയിലേക്ക് എടുത്തിട്ട് അവസ്ഥ നമുക്കറിയുകയില്ലേ? 3 പേരെ, ശദ്രക്കിനെയും മേശകനെയും അബേദ്നെഗോവിനെയും തീയിലേക്ക് എടുത്തിട്ടു. അവിടെ 4ാമനായി പിതാവ് ഇറങ്ങി വന്നു. മനുഷ്യപുത്രനോട് സദൃശനായവൻ ഇറങ്ങി വന്നു. ഈ യേശുക്രിസ്തുവും ഈ ഗതസമനയിലേക്ക് നടന്നു കയറുമ്പോൾ അതുവരെ
അവൻ അതിശയങ്ങളും പ്രവൃത്തികളുമെല്ലാം ചെയ്തപ്പോൾ വലിയൊരു പുരുഷാരം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും യാക്കോവും അന്ത്രയോസും എല്ലാം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പ്രവൃത്തികൾ കാണേണ്ടതിനും അപ്പം തിന്നേണ്ടതിനും വന്നവർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനുഭവത്തിൽ പത്രോസിനും യോഹന്നാനും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആരും അവൻ്റെ കൂടെ ഇല്ലായിരുന്നു. നമ്മോട് കൂടെ ആരും ഗെത്സമനയിൽ കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവരുടെ കുഴപ്പമല്ല, ആരെയും ദൈവം ഗെത്സമനയിലേക്ക് നമ്മോട് കൂടെ ചേർത്തിരുത്തുകയില്ല. കാരണം അവിടെ ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നമ്മോട് വ്യക്തമായി സംസാരിക്കുവാനാണ്. ഈ ചക്കിനകത്ത് നാലാമനായി ഇറങ്ങി വരുന്നൊരു ദൈവിക സാന്നിധ്യമുണ്ട്. ചക്കിനകത്ത് നമ്മോട് കൂടെ. അതല്ലേ ദാവീദ് പറഞ്ഞ വാക്കുകൾ, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. കർത്താവ് മാത്രമേ, പിതാവ് മാത്രമേ ഗെത്സമനയിൽ നമ്മോട് കൂടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ കർത്താവ് മറ്റ് ആരോടും ഒന്നും സംസാരിക്കുന്നത്. അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് കർത്താവ് വന്ന് പിതാവിനോട് സംസാരിക്കുന്നു. പിതാവിനോട് സംസാരിക്കുമ്പോൾ ലൂക്കോസിന്റെ 22:43 ഇങ്ങനെ വായിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കർത്താവ് തൻ്റെ ദൂതനെ അയക്കുവാൻ വിശ്വസ്തനാണ്. നമുക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മോട് കൂടെയുള്ളവർ ശാന്തമായി ഉറങ്ങുന്നു. ചിലർ യൂദാസിനെ പോലെ നമ്മെ ഒറ്റുകൊടുക്കുന്നു. ചിലർ നമ്മെ കുരിശിൽ കയറ്റേണ്ടതിന് മഹാപുരോഹിതരോട് ചേർന്ന് പദ്ധതികൾ ഒരുക്കി നമ്മുടെ കൂടെ തന്നെ വരും. ഗെത്സമനയിലേക്ക് പോയപ്പോൾ യൂദാസും ഇല്ലായിരുന്നോ? കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കർത്താവ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നെല്ലാം പറയും. അച്ചായോ ഞാൻ കൂടെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്, ഇതെല്ലാം പറയും. പക്ഷെ പറയുമ്പോൾ ഓർത്തോണം, പോക്കറ്റിൽ കിടക്കുക 30 വെള്ളിക്കാശ് കിലുങ്ങിക്കൊണ്ട് കിടക്കുകയാണെന്നുള്ളത് മറക്കരുത്. ഇത് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നമ്മോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത്. ഈ പറയുന്ന വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്തവരാണിത് പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കുവാനുള്ള വിവേകവും പരിജ്ഞാനവും നമ്മിൽ വ്യാപരിക്കേണ്ടതിന് ഈ എണ്ണ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. വിവേചിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, ഇന്നലെ ജോഷ് പാർഷ പറഞ്ഞപ്പോഴും ആ ഒരു ഭാഗം വിവരിച്ച് പറഞ്ഞല്ലോ, പൗലോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവചിച്ചവൾ ഏത് ആത്മാവിനാൽ പ്രവചിച്ചു എന്ന് വിവേചിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മെപ്പോലെ അരിഷ്ടർ ആരുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു ദൈവദാസൻ എന്ന് പറയുന്ന വ്യക്തി അനേക വർഷങ്ങൾ പ്രവചിച്ച് നടന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടു. കഴിഞ്ഞ നാളുകളിൽ മൊത്തം ഞാൻ പ്രവചിച്ചത് ദുരാത്മാവിലായിരുന്നു. പറ്റിച്ച് കളഞ്ഞില്ലേ ദൈവസഭകളെ? അതേപോലുള്ള ഒരു വ്യക്തികളെയും ഹാർവസ്റ്റ് ദൈവസഭയിൽ ഇടം കാണണ്ടെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ വിവേചിക്കുവാൻ ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം. ദൈവാത്മാവിൽ വിവേചിക്കുവാൻ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ വ്യാപരിക്കണം. ഇല്ലെങ്കിൽ അച്ചട്ട പ്രവചനം, അച്ചട്ട പ്രവചനമല്ല, അച്ചട്ട. പഴയ കാര്യങ്ങളും പറഞ്ഞത് അച്ചട്ട, എല്ലാം പറഞ്ഞത് അച്ചട്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രവചിക്കുന്നത് ദുരാത്മാവില. തലയെ കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിക്കും. പിന്നെ എണ്ണ എത്ര ചക്കിനകത്തോടിട്ടാലും പുറത്തു വരികയില്ല. പിന്നെ ചണ്ടി കൂമ്പാരത്തിലേക്ക് യൂദാസിനെ പോലെ തല കീഴായി തൂങ്ങി മരിച്ച് കുടലെല്ലാം തുറച്ചു പോകുന്ന അവസ്ഥയിൽ നരകത്തിലേക്ക് പോകുവാൻ മാത്രമേ കൊള്ളൂ എന്ന് നമ്മെക്കുറിച്ച് നാം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കൂടെ ആരും കാണുകയില്ല ഗെത്സമനയിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, പിതാവ് നമ്മെ അവിടെയും വിട്ടുപോകുന്നില്ല. 5-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരട്ടെ. ഗെത്സമന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ്. ഗെത്സമനയിൽ നിന്നാണ് എണ്ണ പുറത്തു വന്നത്. ഗെത്സമനയ്ക്ക് ശേഷമാണ് കാൽവറി. കാൽവറിക്ക് ശേഷമാണ് ഉയർപ്പ്. ഉയർപ്പിന് ശേഷമാണ് മഹത്വീകരണം. നമുക്ക് മഹത്വീകരണം ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവസ്ഥനിൽ പ്രയോജനപ്പെടണം എന്നുള്ള യഥാർത്ഥ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മെ ത്രസിപ്പിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് കുറച്ചിങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഗൂസ് ബംസ് ഇത് കേട്ടോണ്ട്, പ്രസംഗത്തിൽ കേട്ടുകൊണ്ട്, ഇത് കേട്ട് ഇതുവഴി പോയി നരകത്തിലേക്ക് പോകുന്നവരായി നാം മാറേണ്ടതിന് പകരം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ഈ ദിവസം ഇന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. കർത്താവേ, എനിക്ക് ഗെത്സമന വേണം. ഞാൻ ഗെത്സമനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങ് നിക്ഷേപിച്ചത്, ആ നിക്ഷേപത്തിനും ഞാൻ യോഗ്യനല്ല. ആ നിക്ഷേപത്തിനും എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. കാരണം അത് തന്നെയല്ലേ വചനത്തിൽ വ്യക്തമായി പറയുന്നത്. ആരും അതിനെക്കുറിച്ച് അവകാശം പറയുവാൻ ഒന്നുമില്ല. മൺകൂടാരത്തിൽ അത് പകർന്നിരിക്കുന്നത്. നമ്മിൽ അത് പകർന്നിരിക്കുന്നവന് അത് പുറത്തു കൊണ്ടുവരുവാൻ നമ്മെ
ഗതസമനയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മെ ഒന്ന് ആഴമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ഗതസമനയുടെ അകത്തേക്ക്, ഗതസമന തോട്ടത്തിലേക്ക് കയറുന്നത് ഒരു ദാസനായിട്ടാണ്. പക്ഷെ പുറത്തു വരുന്നത് ദാസനായിട്ടല്ല, പുറത്തു വരുന്നത് രക്ഷകനായിട്ടാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റുന്ന ഒരു സമയമാണ് ഗതസമന എന്ന് പറയുന്നത്. ഒരു വലിയ ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ക്രഷിംഗ് പ്രോസസ്സ്, ആ ഗതസമനയിലെ ഞെരിച്ചുടയ്ക്കുന്ന അവസ്ഥയാണ് യേശുവിൻ്റെ ഹൃദയത്തെ ഉടച്ച് വേർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്ത് വീണത്. പക്ഷേ ആ അവസ്ഥയിൽ അവൻ നശിക്കുകയല്ലായിരുന്നു ചെയ്തത്. കവിണ്ണു വീണ് കിടന്ന യേശു, അവനോട് കൂടെ അവനെ ശുശ്രൂഷിക്കേണ്ടതിന് ദൂതനുമായി പിതാവ് അവിടെ നിൽക്കുമ്പോൾ അവനെ ശക്തനാക്കി പുറത്തു കൊണ്ടുവന്ന് ആ കുരിശിൽ കിടന്നുറങ്ങുവാനല്ല, കുരിശിൽ കിടന്ന് മരിക്കുവാൻ, അവസാന തുള്ളി ചോര വരെ ഒഴിച്ചു കളഞ്ഞ് ഈ ലോകത്തിന് ഒരു വിടുതൽ നൽകേണ്ടതിന് യേശുവിനെ ഒരുക്കുവാൻ ആ ഗതസമന അത്യാവശ്യമായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ദൈവമക്കളെ, യേശുവിന് ഗതസമന അത്യാവശ്യമായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഗതസമന എത്ര അധികം ആവശ്യമായിരിക്കും. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികമായിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പച്ചപ്പ് ശേഷിക്കുന്നുണ്ടോ? നാം ഗതസമനയിലേക്ക് നടന്നു കയറുവാൻ നാം ഒരു വിസമ്മതത്തോടെ ആയിരിക്കുന്നുണ്ടോ? നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഗതസമന ആവശ്യമില്ല എന്ന തോന്നൽ ആരെങ്കിലും നമ്മോട് പ്രവചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള പ്രവചനങ്ങളുടെയും കാലമാണിത്. പല പ്രവചനങ്ങളും ഞാൻ ഇവിടെ വന്നിട്ടും ഒരുപാട് പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ട പ്രവചനങ്ങളിൽ ഒന്ന് ഇതാണ്: ദൈവമുള്ളിടത്ത് രോഗമില്ല. അങ്ങനെയെങ്കിൽ പൗലോസ് എഴുതിയ സുവിശേഷങ്ങളെല്ലാം നാം മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പത്രോസ് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. യേശു എഴുതി വെച്ച കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുവിശേഷങ്ങൾ മുഴുവനും, പുതിയ നിയമം മുഴുവനും മാറ്റിവെക്കേണ്ടി വരും. ദൈവമുള്ളിടത്ത് രോഗമില്ലെന്നോ, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടില്ലാത്തതുപോലെ ദൈവവചനത്തെ കോട്ടി മാറ്റുന്ന അവസ്ഥയിലേക്ക് ദൈവസഭ നടന്നു വരുന്നുണ്ടെങ്കിൽ, പ്രവചനങ്ങൾ കേട്ടുകൊണ്ട് നാം ഗതസമനയെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, കഷ്ടങ്ങളില്ല എന്ന് നമ്മോട് ആരെങ്കിലും പ്രവചിക്കുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് ദൈവാത്മാവിൽ പൗലോസ് ശാസിച്ച പോലെ ശാസിക്ക്. ഇത് ദൈവാത്മാവിനല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവവചനം പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുമ്പോൾ എന്നിൽ കർത്താവ് അനുവദിക്കുന്ന ഗതസമനയിൽ കൂടെ എന്നിൽ നിന്ന് കർത്താവ് ഉൽപ്പാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എണ്ണ പുറത്തു വരേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അനാചാരങ്ങളും എല്ലാവിധമായ മറ്റ് ഉപദേശങ്ങളുമായി കടന്നു വരുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറ, കർത്താവേ, എനിക്ക് ആ പ്രവചനങ്ങളല്ല കേൾക്കേണ്ടത്, എനിക്ക് കേൾക്കേണ്ടത് അങ്ങ് എനിക്ക് വേണ്ടി നിത്യത മുതൽ നിത്യത വരെ സ്ഥിരമായി എഴുതി വച്ചിട്ടുള്ള ദൈവവചനം മാത്രമാണ്. ആ ദൈവവചനത്തിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവവചനം നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഗതസമന ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ എണ്ണ ചക്കുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കുരിശുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത്തിന്റെ അവസ്ഥകളുണ്ട്. പക്ഷേ കഷ്ടത്തിന്റെ അവസ്ഥകളിൽ നമ്മെ തനിയെ വിടുന്നവനല്ല നമ്മുടെ രക്ഷകനായ കർത്താവ്, നമ്മോട് കൂടെ നിൽക്കുന്നവൻ. അതുകൊണ്ടാണ് അവന്റെ പേര് ഇമ്മാനുവേൽ, അതുകൊണ്ടാണ് അവന്റെ പേര് യഹോവ ശമ്മ, അതുകൊണ്ടാണ് അവന്റെ പേര് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറയുന്ന യഹോവ. ഹല്ലേലൂയ. യഹോവ എന്ന നാമമുള്ളവൻ നമ്മോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇത് പറയുമ്പോഴും നമ്മോട് മറ്റൊരു സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും തെറ്റിച്ച് കളയുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, കഷ്ടത ഇല്ല എന്ന് പറയുവാൻ ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രസംഗമാണ്, എന്നെ ദൈവം അയച്ചത് ഡാളസിലെ എല്ലാ ഹോസ്പിറ്റലുകളും അടച്ചുപൂട്ടുവാനാണെന്നുള്ളതാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ ദൈവസഭയിൽ ദശാംശം വരത്തിയില്ലായിരുന്നു. കാരണം മെജോറിറ്റി നേഴ്സുമാരാണല്ലോ. നമ്മുടെ ജെബിനൊക്കെ ഡോക്ടറായിട്ട് പഠിച്ചത് വെറും വൃഥാവായി പോകുമല്ലോ. ദൈവമക്കളെ, മറ്റൊരു സുവിശേഷത്തിന് വേണ്ടി രോഗം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? കഷ്ടം നാം അനുഭവിക്കുന്നുണ്ടോ? ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? ഞെരുക്കം നാം അനുഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവർ പറയുന്ന കള്ള കഥകൾ മൂലം ഹൃദയം നുറുങ്ങുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം അനുവദിച്ച ഗതസമനയാണിത്. ഈ ഗതസമന കഴിയുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുരിശിൽ യേശുക്രിസ്തു മരിക്കുന്നു, ലോകത്തിന് രക്ഷ ലഭിക്കുന്നു. പക്ഷേ ഈ ചതി കാണിച്ചവന് സംഭവിച്ചത് എന്ത് എന്ന് വചനം വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് വിരോധമായി ചർച്ച ചെയ്യുന്നവരുണ്ട്,
നമുക്ക് വിരോധമായ കാര്യങ്ങൾ ചെയ്തു വരുന്നവരുണ്ട്. ഗതസമനയിൽ യേശു കവണ്ടു വീണ് കിടക്കുമ്പോൾ ന്യായമായി ഞാൻ ചിന്തിക്കുന്നു 30 വെള്ളിക്കാശ് പോക്കറ്റിലിട്ടുകൊണ്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയായിരുന്നായിരിക്കാം യൂദാസ് എന്ന് പറയുന്നവൻ. യൂദാസ് അവിടെ ഇരുന്നുകൊണ്ട് മാറിയിരുന്നൊരു കോമഡി ഫിലിം കാണുന്ന പോലെ ഇന്ന് ചിരിക്കുകയായിരിക്കാം. രക്ഷകന്റെ ചങ്കിൽ നിന്ന് ചോര പൊടിഞ്ഞ് അവൻ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീഴുമ്പോഴും പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് ഹൃദയം പൊട്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെയാണ് നാമും ചില സമയത്ത് ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ അവഹേളിക്കുന്നവർ ഉണ്ടായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് മാറി നിന്ന് ചിരിക്കുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കണ്ടുകൊണ്ട് അവൻ എന്നും രോഗമാണ്, ഈ സഭയിൽ എന്നും കഷ്ടമാണ്, ഈ സഭയിലുള്ളവർക്കെല്ലാം കഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഗതസമന നമ്മെ വിട്ട് മാറിപ്പോകുന്നില്ല. ഗതസമനയുടെ ചക്കിൽ കൂടെ നമ്മെ കിടത്തി വിടുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്തതും കർത്താവിൻ്റെ പദ്ധതി തന്നെയായിരുന്നു. സാത്താൻ വിചാരിച്ചു കാണും അവൻ്റെ പദ്ധതികൾ വിജയിച്ചു എന്നുള്ളത്. ഗതസമനയിൽ അവൻ ചങ്കുപൊട്ടി ചാവുമെന്നുള്ളത്, അല്ലെങ്കിൽ ആ കുരിശിൽ അവൻ കിടന്ന് മരിക്കുമ്പോഴും ശത്രു വലിയൊരു ആരവം നടത്തി കാണും. നമ്മെക്കുറിച്ചും ശത്രു വലിയ ആരവം നടത്താറുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മെക്കുറിച്ചും ശത്രു വലിയ ആരവം നടത്തും. ദൈവമക്കളെ, നമ്മുടെ വേദനകൾ മാറ്റാം എന്നുള്ളതിനും അപ്പുറമായി വേദനയിൽ കൂടെ ഇരിക്കാമെന്നല്ലേ കർത്താവ് നമ്മോട് പറയുവാൻ നാം ആഗ്രഹിക്കേണ്ടത്? പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ 3 വട്ടം ചോദിക്കുമ്പോഴും ദർശനങ്ങളുടെ ആധിക്യത്താൽ അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടത്, തന്നെ കുത്തേണ്ടതിനു വേണ്ടി സാത്താന്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്തവൻ. ദൈവമക്കളെ, ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ഞാൻ ചിരിക്കട്ടെ. സാത്താന്റെ ദൂതന് അധികാരം കിട്ടി. എന്തിന്? പൗലോസിനെ കുത്തുവാൻ, അല്ലെങ്കിൽ നമ്മളെ കുത്തുവാൻ, കൊല്ലുവാനും മുടിക്കുവാനും നിൽക്കുന്നവന് ദൈവത്തിൽ നിന്ന് അധികാരം കൂടെ കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവൻ പൗലോസിനെ ഓരോ കുത്തുമ്പോഴും, പൗലോസിന്റെ ഹൃദയം വേദനിക്കുമ്പോഴും അവൻ ചിരിക്കുകയാണ്. അവിടെ വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഏത് കള്ളപ്രവാചകൻ അവനെ തലയിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പറയുമ്പോഴും അവിടെ അവനെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. കാരണം അവൻ അധികാര പത്രം കൊടുത്തത് സൃഷ്ടാവായ ദൈവമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഗതസമനയിലും അവൻ നടന്നു പോകുമ്പോൾ, പൗലോസ് ആ വേദനകൾ അനുഭവിക്കുമ്പോൾ, പൗലോസിന്റെ ഗതസമനയിൽ അവസാന ചിരി ശത്രുവിൻ്റെതായിരുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതൻ എപ്പോഴും പറയുമായിരുന്നു, the one who laughs the last laughs the best. നാം അവസാനം നമുക്ക് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. അന്ന് മതി നമുക്ക് ചിരി. അതുവരെ കഷ്ടതയും ദുഃഖവും പൈതാഹവും ആപത്തും കടലിലെയും കരയിലെയും എല്ലാം ആപത്തും കള്ള സഹോദരന്മാരുള്ള ആപത്തും സർവവും നമുക്കും പറഞ്ഞിട്ടുണ്ട്. ഉപവാസത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്കൊന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാം, കർത്താവെ, ഈ ഗതസമനയ്ക്ക് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. ഗതസമനയിൽ കർത്താവെ, ഞാൻ തകർന്നു പോകാതിരിക്കേണ്ടത് അങ്ങയുടെ ഹിതമാണ്. ഞാൻ ഗതസമനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തകർന്നു പോകാതെ എന്നെ ചേർത്ത് നിർത്തേണ്ടത് അങ്ങയുടെ കരങ്ങൾ മാത്രമാണ് കർത്താവെ. മനുഷ്യരാരും എന്നെ സഹായിക്കുവാനില്ല. മനുഷ്യർക്ക് റാദർ എന്നെ സഹായിക്കുവാൻ കഴിയുകയില്ല. അത് അങ്ങയുടെ പദ്ധതിയിൽ പെട്ടതല്ല കർത്താവെ. എന്നെ സഹായിക്കേണ്ടതിന് അങ്ങയുടെ ദൂതൻ മാത്രം, എന്നെ സഹായിക്കേണ്ടതിന് അങ്ങയുടെ സാന്നിധ്യം മാത്രം. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരൻ പറയുന്നത്, നിന്നെ തകർക്കുവാനല്ല ഈ വേദന, പക്ഷെ നിന്നെ പണിതെടുത്ത് ഒരു പൊന്നാക്കുവാൻ ഈ ശോധന എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആ പാട്ടിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം,
മുഴുവൻ ഭാവിയെയും തിരിക്കുന്ന ഒരു അനുഭവമാണ് കാൽവറി. ആ കാൽവറിക്ക് മുമ്പ് നമുക്കൊരു ഗതസമന രക്ഷകൻ വെച്ചിട്ടുണ്ട്. ആ രക്ഷ നമ്മിൽ കൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുന്ന എണ്ണയായി മാറുവാൻ, ഓ ഹല്ലേലൂയ, നമ്മെ തന്നെ ഒന്ന് ദൈവസ്ഥാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.